കേരളത്തിന്റെ വികസന പദ്ധതികളിൽ ഒന്നാകുമെന്ന കണക്കുകൂട്ടിയ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ബൈപ്പാസ് പദ്ധതി എങ്ങുമെത്തിയില്ല. 3 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും 3 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. സർവേ കല്ലിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ചുവപ്പുനാടയിൽ കുരുങ്ങി വഴിമുട്ടിയിരിക്കുകയാണ്. എറണാകുളം തിരുവാങ്കുളം മുതൽ പേട്ട വരെയുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് 1989 തൃപ്പൂണിത്തുറ ബൈപ്പാസ് പദ്ധതി പ്രഖ്യാപിച്ചത്. 8 കിലോമീറ്റർ ദൂരം വരുന്ന ബൈപ്പാസ് 3 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും 3 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുമാണ് കടന്നുപോവുക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ വരുന്ന വലിയ വാഹനങ്ങൾക്കും കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വാഹനങ്ങൾക്കും നഗരത്തിൽ പ്രവേശിക്കാതെ യാത്ര ചെയ്യാൻ നിർദ്ദിഷ്ട ബൈപ്പാസ് ഉപകരിക്കും. എന്നാൽ സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ബൈപ്പാസിന് സ്ഥലമേറ്റെടുക്കാൻ സ്ഥാപിച്ച സർവേ കല്ല് മാത്രമാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. ഇത് 3 MP-മാരുടെയും 3 MLA-മാരുടെയും പരിധിയിൽ വരുന്ന ഒരു പദ്ധതിയാണ് ഇത്. സ്വാഭാവികമായും അവർ ഈ കാര്യങ്ങളിൽ കുറെ കൂടി അവധാനതയോടുകൂടി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. ഈ 9 കിലോമീറ്റർ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഉള്ളത് ഇന്ന് അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കിയെടുക്കാൻ കഴിയും. പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകാൻ ജനങ്ങൾ തയ്യാറായിരുന്നു. മറ്റക്കുഴി, തിരുവാങ്കുളം ഭാഗങ്ങളിലെ സർവേ കല്ലുകളാണിവ. സർവേ കല്ലുകൾ സ്ഥാപിച്ചതിനാൽ സ്ഥലം വിൽക്കാനോ വീട് പുതുക്കി പണിയാനോ കഴിയാതെ പ്രതിസന്ധിയിലാണ് നാട്ടുകാർ. ഗവൺമെന്റ് പല പദ്ധതികൾ ഇട്ടിരുന്നതാണ്. അത് ഇടക്കാലം കൊണ്ട് അത് പിന്നെ മരവിച്ച് ഇങ്ങനെ കിടക്കുവാണ്. ഞങ്ങളും അതുപോലെ തന്നെ മരവിച്ച് കിടക്കുവാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു പെര പണിയാൻ നിവൃത്തിയില്ല. മക്കളെ കെട്ടിച്ചൂടെ 5 സെൻറ്റ് സ്ഥലം വിൽക്കണമെന്ന് തോന്നിയാൽ ആരും വന്ന് മേടിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഈ വീടൊന്നും എന്തിൻ്റെ നഷ്ടപരിഹാരം എങ്ങനെയെങ്കിലും കിട്ടുക, അല്ലാതെ തന്നെ അല്ല ഇതെടുത്തു പോവുകയോ ചെയ്യണം. ഏറ്റവും ഒടുവിൽ അന്ധകാരത്തോടിന് മുകളിലൂടെ ബൈപ്പാസ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഈ നീക്കവും ഇപ്പോൾ നിലച്ച മട്ടാണ്. ഈ സർവേ കല്ല് ഇവിടെ സ്ഥാപിച്ചിട്ട് 3 പതിറ്റാണ്ടായി. ഇപ്പോഴും തൃപ്പൂണിത്തുറ ബൈപ്പാസ് എന്ന സ്വപ്നം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയാണ് ഈ പദ്ധതി ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഉമ്മർ ഗുൽമോഹറിനൊപ്പം മൂസ്ന സോ, മീഡിയ 1, കൊച്ചി.